അപ്പോൾ ചേട്ടാ നമ്മുടെ ഒരു ചാനലാണ്, യൂട്യൂബ് ചാനലാണ് കരികുലം. അപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഇപ്പോൾ ചേട്ടൻ്റെ 2 മക്കൾ ഇവിടെ എൻ്റെ വല വിടവ് നിൽക്കുകയാണ്. ഒരാളിപ്പോൾ നീരിലാണെന്നറിയാം. അപ്പോൾ ഈ മഹാദേവനെയും മാധവൻകുട്ടിയും കൊണ്ട് ഈ ഊട്ടിന് വന്നു. ഈ ഒരു മഴയാണ്, ഇത്രയും തിരക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഊട്ട്? ഊട്ട് മഴയായിരുന്നാലും ഊട്ട് നല്ലതായിരുന്നു. എല്ലാം കാണാനും എടുക്കാനും ജനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, ആനകൾ ഒരുപാടുണ്ടായിരുന്നു. കൊള്ളാമായിരുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ 2 മക്കളിൽ ആരെ ഇഷ്ടം, മഹാദേവനെയാണോ മാധവൻകുട്ടിയാണോ? എന്റെ 3 മക്കളെ എനിക്ക് ഇഷ്ടം തന്നെ. 2 ആൺപിള്ളേർ എനിക്കുണ്ട്, അവരുടെ കൂടെ 3 ഇവരും ഉണ്ട്. 2 ആൺകുട്ടികളുണ്ട്, അതിന്റെ കൂടെ ഇവരും ഉണ്ട്. അപ്പോ ഈ ഒരു ഊട്ട് കഴിഞ്ഞിട്ട് ഇവര് ചികിത്സയിലോട്ട് കയറുകയാണ്, ആയുർവേദ ചികിത്സ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ചികിത്സാ രീതികളൊക്കെ? ചികിത്സ ആയുർവേദമായിട്ടുള്ള ലേഹ്യങ്ങളെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും മുട്ട ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൊടുത്ത് നല്ല മാധവൻകുട്ടിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അതുപോലെ മഹാദേവനെ പറ്റി, രണ്ടൊരു സ്വഭാവത്തെ പറ്റി എന്താ പറയാനുള്ളത്? മാധവൻകുട്ടി ശാന്തനാണ്, അതേപോലെ ഇപ്പം മഹാദേവനും ശാന്തനായിട്ടാണ്. രണ്ടുപേരും ബാലനും കുഴപ്പമില്ല. പിന്നെ അവൻ കൊച്ചുകുട്ടിയാണ്. എത്ര വയസ്സായി 3 മക്കൾക്ക്? അവർക്ക് ഇവനിപ്പം 40 വയസ്സിനകത്തായി. അതേപോലെ ഇവനും 40 വയസ്സുള്ള, ബാലൻ 27 വയസ്സായി. ഓ അങ്ങനെയാണ്. അപ്പോ ഈ വീട്ടില് ഇപ്പൊ എത്ര വർഷം അവിടെ വീട്ടിന് വരാൻ തുടങ്ങിയിട്ട്? ഊട്ട് ഞാൻ വെളിയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അവരെല്ലാവരും വരും. എന്നാലും ഊട്ടിന് വരുന്നുണ്ട്, മാധവൻകുട്ടി വരുന്നുണ്ട്, കുറച്ച് വർഷം കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ കൊട്ടിയൂരത്തെ ആ ഒരു മാസത്തെ ആ ഒരു മഹാദേവനാണ് ആ ഭാഗ്യം കിട്ടിയത്. അതെ അതെ. അപ്പോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കൊട്ടിയൂർ ആ ഭാഗ്യം കിട്ടിയതിന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത കൊല്ലം 2 പേരും കൂടെ വിടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അയ്യോ അതടക്കട്ടെ, സർവേഷൻ അനുഗ്രഹിക്കട്ടെ. കാരണം മഹാദേവൻ എന്നുള്ള ആ നാമകരണം, മഹാദേവന്റെ അമ്പലത്തിലെ ആ ഒരു എന്താ പറയണ്ടേ, ഭഗവാനെ ശിരസിലേറ്റിയാണ് അവൻ കൊണ്ടുപോയത്. അപ്പൊ ഞാനും ആ കാഴ്ച കണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ വർഷത്തിൽ മാത്രം തുറക്കുന്ന ഒരു സൗഭാഗ്യം. അതുപോലെ ഇവിടെയും എത്തിപ്പെടാൻ നമ്മുടെ ഈ 2 മക്കൾക്കും പറ്റി. അപ്പൊ ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ നീരായില്ല. അവൻ ഇന്നലെ ഞങ്ങൾ കെട്ടി ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ നമുക്കിനി വലിയൊരു ഇന്റർവ്യൂ ആയിട്ട് ഈ 3 മക്കളുടെയും അമ്പാടി തറവാടിന്റെ ഒരു കഥയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്റർവ്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വരണം. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഓക്കെ.